ജമ്മു കശ്മീരിൽ കോൺഗ്രസിന്റെ പുതിയ സഖ്യം കണ്ട് ഭയപ്പെട്ടിരിക്കുകയാണ് ഷാ അടക്കമുള്ള നേതാക്കൾ. ഭയം മറ്റൊന്നിനുമല്ല. പുതിയ സഖ്യം കാരണം BJP തോൽക്കുമോ എന്നതാണ് ഭയത്തിന് പിന്നിലുള്ള കാരണം. അതുകൊണ്ടാകാം കലിതുള്ളി നേതാവെത്തിയത്. ജമ്മു കശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഫറൻസുമായി സഖ്യമുണ്ടാക്കിയ കോൺഗ്രസിനെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. രാജ്യത്തിന്റെ ഐക്യവും സുരക്ഷയും പണയപ്പെടുത്തി അധികാരത്തിന് വേണ്ടിയുള്ള അത്യാഗ്രഹം പ്രകടമാക്കി കോൺഗ്രസ് ഒരിക്കൽ കൂടി രാജ്യത്തിനു മുൻപിൽ നിൽക്കുകയാണെന്ന് അമിത് ഷാ എക്സിൽ കുറിച്ചു. നാഷണൽ കോൺഫറൻസ് പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനങ്ങൾ, പാകിസ്ഥാനുമായുള്ള സംഭാഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനും ജമ്മു കശ്മീർ പതാക പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള വാഗ്ദാനങ്ങൾ ഉൾപ്പെടെയുള്ളവ അദ്ദേഹം കോൺഗ്രസിനെ ഓർമ്മിപ്പിച്ചു. ജമ്മു കശ്മീരിലെ ജനങ്ങളുമായി രക്തബന്ധം ഉണ്ട് എന്ന് അവകാശപ്പെട്ട കോൺഗ്രസിനോടും രാഹുൽ ഗാന്ധിയോടും 10 ചോദ്യങ്ങളും അദ്ദേഹം മുന്നോട്ട് വെച്ചു. അമിത്ഷായുടെ ആ 10 ചോദ്യങ്ങൾ ഇവയാണ്. ജമ്മു കശ്മീരിന് വീണ്ടും പ്രത്യേക പതാക എന്ന നാഷണൽ കോൺഫറൻസിന്റെ വാഗ്ദാനത്തെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നുണ്ടോ? ആർട്ടിക്കിൾ 370, ആർട്ടിക്കിൾ 35A എന്നിവ തിരികെ കൊണ്ടുവന്ന് ജമ്മു കശ്മീർ അശാന്തിയുടെയും ഭീകരതയുടെയും യുഗത്തിലേക്ക് തിരികെ എത്തിക്കാനുള്ള നാഷണൽ കോൺഫറൻസിന്റെ തീരുമാനത്തെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പിന്തുണയ്ക്കുന്നുണ്ടോ? കശ്മീരിലെ യുവാക്കൾക്ക് പകരം പാകിസ്ഥാനോട് സംസാരിച്ച് വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുന്നതിനെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നുണ്ടോ? പാകിസ്ഥാനുമായി വ്യാപാരം തുടങ്ങാനുള്ള NCയുടെ തീരുമാനത്തിന്റെ ഫലമായി അതിർത്തിക്കപ്പുറത്തുള്ള തീവ്രവാദത്തെയും അതിന്റെ ആവാസ വ്യവസ്ഥയെയും പരിപോഷിപ്പിക്കുന്നതിനെ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പിന്തുണയ്ക്കുന്നുണ്ടോ? തീവ്രവാദത്തിലും കല്ലേറിലും ഏർപ്പെട്ടിരിക്കുന്നവരുടെ കുടുംബാംഗങ്ങളെ സർക്കാർ തസ്തികകളിൽ പുനഃസ്ഥാപിച്ചുകൊണ്ട് തീവ്രവാദത്തിന്റെയും അടച്ചുപൂട്ടലിന്റെയും കാലഘട്ടം തിരികെ കൊണ്ടുവരുന്നതിനെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നുണ്ടോ? ഈ സഖ്യം കോൺഗ്രസിന്റെ സംവരണ വിരുദ്ധ മുഖം വ്യക്തമാക്കി. സംവരണം അവസാനിപ്പിച്ച് ദളിതുകളോടും ഗുജ്ജറുകളോടും ബക്കർവാളുകളോടും പഹാരികളോടും അനീതി കാണിക്കുമെന്ന NCയുടെ വാഗ്ദാനങ്ങളെ അംഗീകരിക്കുന്നുണ്ടോ? ശങ്കരാചാര്യ പർവ്വതം തഖ്ത് ഇ സുലൈമാൻ ആകാനും ഹരി പർവ്വത് കോ ഇ മാരനാകാനും കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ടോ? ജമ്മു കശ്മീർ സമ്പദ് വ്യവസ്ഥയെ അഴിമതിയിലേക്ക് തള്ളിയിട്ട് പാകിസ്ഥാൻ പിന്തുണയുള്ള ഒരു പിടി കുടുംബാംഗങ്ങൾക്ക് കൈമാറുന്നതിനെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നുണ്ടോ? ജമ്മുവും താഴ്വരയും തമ്മിലുള്ള വിവേചനത്തിന്റെ രാഷ്ട്രീയത്തെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നുണ്ടോ? കശ്മീരിന് സ്വയംഭരണം എന്ന NCയുടെ വിഭജന ചിന്തയെ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പിന്തുണയ്ക്കുന്നുണ്ടോ എന്നൊക്കെയാണ് അമിത് ഷാ ഉന്നയിച്ച ചോദ്യങ്ങൾ. എന്നാൽ കുത്തിക്കുത്തിയുള്ള ഷായുടെ ഇത്തരം ചോദ്യങ്ങൾ എന്തു ഭയന്നാണെന്ന് കോൺഗ്രസിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾക്കൊന്നും കോൺഗ്രസ് മറുപടി നൽകില്ല എന്നും ഉറപ്പാണ്. ഇന്നലെയാണ് കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ജമ്മു കശ്മീരിൽ സഖ്യമായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. CPM-ഉം സഖ്യത്തിന്റെ ഭാഗമാകും. 1987 ശേഷം ജമ്മു കശ്മീരിലെ ആദ്യ കോൺഗ്രസ് NC സഖ്യമാണിത്. ഇരു കക്ഷികളും കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഇരു പാർട്ടികളും സഖ്യത്തിലായിരുന്നു. അതേസമയം എത്രയും വേഗം ജമ്മു കശ്മീരിന് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണം എന്ന ആഹ്വാനത്തിൽ തങ്ങൾ ഉറച്ചു നിൽക്കുന്നതായി രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. തിരഞ്ഞെടുപ്പിന് മുൻപ് സംസ്ഥാന രൂപീകരണം നടക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവെന്നും സ്വാതന്ത്ര്യത്തിന് ശേഷം ഇതാദ്യമായാണ് ഒരു സംസ്ഥാനം കേന്ദ്രഭരണ പ്രദേശമാകുന്നത് എന്നും അതുകൊണ്ട് തന്നെ ജമ്മു കശ്മീരിലെയും ലഡാക്കിലെയും ജനങ്ങൾക്ക് അവരുടെ ജനാധിപത്യ അവകാശങ്ങൾ തിരികെ ലഭിക്കുന്നതിനാണ് തങ്ങൾ മുൻഗണന നൽകുന്നത് എന്നും നേതാവ് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി.